എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കത്തി ഫ്ലവർ ഫെസ്റ്റിവലിന് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോസ് കാണാം. മക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അവരെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഇവിടെ ഓപ്പണിംഗ് ടൈം 4 മണിയാണ് കേട്ടോ. അതനുസരിച്ചിട്ട് എല്ലാവരും പോകാൻ ശ്രമിക്കുക. അവിടെ 4 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്ന രീതിയിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ അധികം ഒരു ക്രൗഡ് ആവുകയും ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല നല്ലൊരു പകൽ വെളിച്ചത്തിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട് കേട്ടോ. ഫ്ലവർ കൊണ്ട് പല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ രാത്രി അവിടെ നല്ല വൈബാണ്. അപ്പോൾ പകലും രാത്രിയും കാണാവുന്ന രീതിയിൽ പോകാൻ എല്ലാവരും ശ്രമിക്കുക. ഞങ്ങൾ ഫൗണ്ടിങ് ഡേൻ്റെ അന്നാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ ആ ഒരു വൈബ്. നമുക്ക് നാട്ടിലൊക്കെ ഈ ചന്ത സീസണൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. കാരണം പണ്ടൊക്കെ ചെറുതിലൊക്കെ എല്ലാ വർഷം പോവായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കളും അനുഭവിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ എക്സാം ടൈമാണ്, അപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് അവരും നമ്മളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല ഇടയ്ക്കൊരു റിലീഫ് കിട്ടാൻ ഇങ്ങനെയുള്ളൊരു യാത്രയും ഇതുപോലത്തെ ഒരു വൈബൊക്കെ മക്കളെയോ നമുക്കൊക്കെ അനുഭവിക്കണം. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്നുള്ള ഒരുപാട് റിലീഫ് കിട്ടും. ഞാനതൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള മനഃപൂർവ്വം തന്നെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കും. അന്നത്തെ ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തലേദിവസം മഴയൊക്കെ പെയ്ത കാരണം പിറ്റേന്ന് ചെറിയ രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നമുക്കൊരു ഇഷ്ടപ്പെടുന്നൊരു തണുപ്പുണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഓരോ സംഗതികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടും പിന്നെ ഫ്ലവർ കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടും അവിടുന്ന് ഇങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. കാരണം ആൾക്കാർ ഒഴിഞ്ഞ് കിട്ടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. നമ്മളതുകൊണ്ട് അധികം ഫോട്ടോസ് എടുക്കാൻ നിന്നിട്ടില്ല. അവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളവിടെ ഇറക്കിയിട്ട് എന്നെ മക്കളെ അവിടെ ഇറക്കിയിട്ട് ഹസ്ബൻഡ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെടുത്ത വീഡിയോസാണ് ഞാനിതൊക്കെ. കാരണം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും 4 മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അവർ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവോ, പിന്നെ അവരിങ്ങനെ പിടിച്ച് വെക്കണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കുകയില്ല. കാരണം ഞാൻ മൂത്ത മക്കളെ ഏൽപ്പിക്കും, അവരടുത്ത് പറയും ശ്രദ്ധിക്കണം. എന്നാലും അവർ ചിലപ്പം കണ്ണൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറ്റി നോക്കിയൊന്നും വരില്ല. അപ്പോൾ എൻ്റെ കണ്ണും വേണം. പിന്നെ ആ മക്കളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, വേറെ എവിടെയും പോകരുത്, അങ്ങോട്ട് പോയാൽ വേറെ എവിടെയെങ്കിലും ആയിപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങൾക്ക് വണ്ടിയിൽ നിന്നേ ഞാനിങ്ങനെ പറയും, വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ മക്കളടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ വിചാരിക്കും ചെറിയ മക്കൾക്കൊന്നും മനസ്സിലായി. പക്ഷേ അവരടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്, അവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. അവരതുപോലെ തന്നെ ചെയ്യാനും ശ്രമിക്കും. ഇവിടുത്തെ സ്വദേശികൾ കുറേ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് ഇത് കേട്ടോ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഓരോ സ്പോട്ടുകളാണ് കേട്ടോ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോസൊന്നും അധികം എടുക്കാൻ നിന്നില്ല. കാരണം ആളുകൾ കണ്ടില്ലേ, പുറകിലൊക്കെ ആളുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടാനും പ്രയാസമാണ് നമ്മളതായിട്ടുള്ളത്. ഈ ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ പോയ ദിവസമാണ് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ 17th ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 22 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 27th വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ. ഇനി 2 ഡേയ്സേ ഉള്ളൂ. അവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഓരോ മക്കളിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു വണ്ടി നമുക്ക് നടക്കാനൊക്കെ പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു എൻ്റർടൈനിങ് ആയിട്ടും ഈ ഒരു വണ്ടിയിൽ കയറി നമുക്ക് കംപ്ലീറ്റ് ചുറ്റിക്കാണാൻ കഴിയും. പിന്നെ ഈ ഒരു പാലം, ഇത് നല്ല ഒരു
രസമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയാൽ ഒരു സൈഡിൽ കടലും പിന്നെ അപ്പുറത്തെ സൈഡിൽ ഈ ഫ്ലവർ കൊണ്ടുള്ള അലങ്കരിച്ചിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുക. ഞാനിതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇതാണ് ഇപ്പം ഇത്ര വലിയ കാഴ്ചകൾ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ സംഗതികളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല, പിന്നെ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരെ. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറാനേ ഇതുപോലുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ അത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. നമ്മളതിൽ സന്തോഷിക്കണം. നമ്മളുടെ ആ ഒരു പ്രശ്നം നമ്മൾ മറക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പ്രയാസത്തിൽ തന്നെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് നമ്മൾ ഓരോ ദിവസങ്ങൾ നമ്മളിങ്ങനെ വെറുതെ പോക്കിക്കളിയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെയിൻ കവാടം കാണുന്നില്ലേ, അതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. പിന്നെ ഇവിടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ രാത്രി നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളുടെ സൂര്യൻ അസ്തമിക്കാറായി. ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ബലൂൺസൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മക്കൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്താണ് അവരുടെ കൈ വിട്ടുപോയി. അങ്ങനെയാണ് നമ്മളുടെ ചെറിയ ആളടുത്തൊന്നും വിട്ടുപോയത്. അപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമാക്കി, കുറേ സമയം എടുത്ത് പിന്നെ ഒരു ബലൂണൊക്കെ കിട്ടാൻ. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഇനി നമ്മൾ ആ ഒരു അപ്പുറത്തെ സൈഡിലോട്ട് പോയാലാണ് മക്കളുടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ വരുന്നത്. ഇനി അവിടത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാ മക്കളുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ എത്തി കേട്ടോ. ഇവിടെ കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് ഓരോ റൈഡ് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാത്തിനുള്ള ടിക്കറ്റ് എടുക്കാം. ഓരോ റൈഡിനും 15 റിയാലൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ ശരിക്കും ഒരു 1/4 മണിക്കൂർ അവർക്ക് അവിടെ നിന്ന് കളിക്കാം. അപ്പോൾ അതിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വേറെയും കുറേ റൈഡ് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 3 ആൾക്കാരെയും അവിടെ കയറ്റി, എന്നിട്ട് ചെറിയ ആളെയും കൊണ്ട് നമ്മളിവിടെ വന്നിരുന്നു. അപ്പോൾ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, പോപ്കോൺ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടുന്ന് നമ്മളും ചായയൊക്കെ വാങ്ങി. അവിടുന്ന് ഇടയ്ക്ക് മക്കൾ വന്ന് നോക്കി ഇവിടുന്ന് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. കാരണം ഒന്നും കൂടി അവരോട് പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് തന്നെ കളിക്കണം, ഞങ്ങളിവിടെ വന്ന് കൂട്ടിക്കോളും എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് പോയിട്ടുള്ളത്. അവരിവിടുന്ന് ആർമാദിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ മക്കളെ ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിപ്പിച്ചാലേ അവരുടെ കുറേ ഒരു എനർജി ലെവൽ ഹൈ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല, ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു എനർജി ലെവൽ ഒന്ന് റിലീസ് ചെയ്യാനുള്ള ഭയങ്കര ഒരു സംഗതിയാണ് ഇതൊക്കെ കേട്ടോ. ഞങ്ങൾ വീണ്ടും കോർണിഷ് ഏരിയയിലോട്ട് പോയി അവിടെ ഇരുന്നു. അവിടെ നിന്നൊരു ക്യാപ്ച്ചിനൊക്കെ വാങ്ങിക്കൊടുത്തു. ശരി, നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെറിയ ആൾ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, ഇർഹു പറയണ്ടായിരുന്നു അവിടെ ഒരു സീറ്റ് കണ്ടിട്ട് അവിടെ പോയി നിന്നിരിക്കുമ്പോൾ എന്നൊക്കെ. ചെറിയ ആൾക്ക് കയറാൻ ഈ ഒരു റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കുറേ സമയം അതിൽ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം അവിടെ അങ്ങനെ ഒരു ടൈമിംഗ് ഒന്നും അവർ വെക്കുന്നില്ല. മക്കൾ ഇറങ്ങുന്നില്ലെങ്കിൽ അവർ അവിടെ ഇരുന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഓരോ സമയത്തായിട്ട് 1-2 കുട്ടികളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ അവർ ഇറങ്ങുന്നില്ലെങ്കിൽ അവർ ഇറക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ലായിരുന്നു. അപ്പോൾ അവൾ കുറേ സമയം അതിൽ ഓടിട്ടോ. പിന്നെ നമ്മളപ്പുറത്ത് ഇവരെ ഇത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞല്ല അവർ പറഞ്ഞു മതി എന്നാണ്. ശരിക്കും അവിടെ 1/2 മണിക്കൂറിന് പറയുന്നുണ്ടാണെങ്കിൽ അതിൽ കൂടുതൽ സമയമൊക്കെ അവരവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി ചെറിയ രീതിയിൽ. പിന്നെ ഇതാ ഇസു ഈ ഒരു ബോട്ടിൽ കയറി. അവൾ വേറെ ഒന്നിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറുന്ന അവളും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ചെറിയ മക്കൾ അവർ അതിൽ കയറ്റുന്നില്ല. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കത് പ്രയാസമായിരിക്കും, നീ ഇതിൽ കയറിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ ഇതിൽ കയറി. പിന്നെ ഇതുപോലെ തന്നെ അവിടെ ഒരു റൗണ്ട് ഇത് കാണുന്നില്ല, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അതിലൊക്കെ കയറി. പിന്നെ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവിടുന്ന് പോപ്കോൺ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത്. ഇതാ ചെറിയ ആൾ കണ്ടോ, അവൾക്ക് ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇത് കയറിയ ആ റൈഡിൽ അവൾക്കും കയറണം. അപ്പോൾ അതിന് കഴിയാത്തതുകൊണ്ടുള്ള കോപാണ് കാണുന്നത്. നല്ല രസമുണ്ടോ അത് കാണാൻ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ
അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിലോട്ടാണ് പോയത്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ, അൽദേറ വലാദ് റെസ്റ്റോറൻ്റ് ആണിത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതൊരു പഴമ തോന്നിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പണ്ടത്തെ കാലത്ത് ഈ പാകിയ സീലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പിലാണ്. ഇവിടെ മെയിനായിട്ട് കബാബാണ് കേട്ടോ ഇവിടുത്തെ ഐറ്റംസ്. സമയം ഇപ്പം എനിക്ക് തോന്നുന്നൊരു 7:45 7:30 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ അധികം ആളായിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാനാകുമ്പോഴത്തേക്ക് അവിടെ ആൾ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കബാബൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണിത്. കാരണം അവിടുത്തെ ആ ഒരു സിറ്റിങ്ങും പിന്നെ നമുക്ക് അവിടുത്തെ ആ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ല ഈ കബാബ്. പിന്നെ മക്കൾക്ക് ഓക്കെയാണ്. പിന്നെ തീരെ കഴിക്കാണ്ടല്ല. പിന്നെ ഞാൻ ഷിട്ടൂക്കില്ല, അത് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ കാര്യമായിട്ട് അതാണല്ലോ കേട്ടോ, കബാബ് ഐറ്റംസ് ഇതൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഹമ്മൂസും ഫ്രഞ്ച് റൈസും അതൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ. ഇവിടെ വായൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ നമ്മളിത് കോബാറിലോട്ടേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു മതിയായിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടുന്ന് മക്കൾ പോപ്കോണും അത് ഇതൊക്കെ കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നത്. മക്കൾ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോയിട്ടില്ല. ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം കത്തി ഫ്ലവർ ഫെസ്റ്റിവൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പോകും. ഇനി 2 ദിവസമേ ഉള്ളൂ. ഞാനങ്ങനെ സൈറ്റിൽ കണ്ടു. ഇനി ഒന്നും കൂടി കൺഫേം ചെയ്ത് വെക്കണം നിങ്ങൾ കേട്ടോ. ഞാനൊരു സൈറ്റിൽ കണ്ടിട്ട് പറയുന്നതാണ്. പിന്നെ അതുപോലെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ ഇൻഷാ അല്ലാ.